നമസ്കാരം. ആഴ്ചവട്ടത്തിലേക്ക് എല്ലാ CCTV പ്രേക്ഷകർക്കും സ്വാഗതം. കലശമല ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനം പശുഫാമിലൂടെ പുതുജീവിതം തേടുന്ന ചങ്ങരംകുളം സ്വദേശി സുനിൽകുമാർ, തുടർക്കഥയാവുന്ന അപകടവും അപകട മരണങ്ങളും, വടക്കേക്കാട് മോട്ടോർ മോഷണ പരമ്പര, അറുതിയില്ലാത്ത പീഡന പരമ്പര, വർദ്ധിക്കുന്ന മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ ഒരുപിടി വാർത്തകളാണ് ആഴ്ചവട്ടം ഈ വാരം ചർച്ച ചെയ്യുന്നത്. എല്ലാ CCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. കുന്നംകുളം മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ കലശമല ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനം പൂർത്തീകരണത്തിന് പുതുക്കിയ ഭരണാനുമതി നൽകുന്നത് പരിഗണനയിലാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വികസന വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കലശമല ഇക്കോ ടൂറിസം രണ്ടാം ഘട്ടം വികസനവുമായി ബന്ധപ്പെട്ട് AC മൊയ്തീൻ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. 2019 സർക്കാർ ഉത്തരവ് പ്രകാരം ടൂറിസം നമ്പർ പ്രകാരം 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കലശമലയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗതിയിലാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട സാമൂഹിക ആഘാത പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. കലശമല വികസനത്തിനായി വിവിധ സർവേ നമ്പറുകളിൽ ഉൾപ്പെട്ട 4.8351 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 11,74,70,050 രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ കണ്ടിൻജൻസി ചാർജായി 50 ലക്ഷം രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ കലശമല വിനോദസഞ്ചാര പദ്ധതി വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ ആകെ 12,24,70,050 രൂപ വേണ്ടിവരും. കലശമലയിലെ വിനോദസഞ്ചാര വികസനത്തിന് ഭൂമി ഏറ്റെടുക്കാൻ 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കാൻ സ്പെഷ്യൽ തഹസിൽദാർ ജനറലിനെ തൃശൂർ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിരുന്നു. പദ്ധതിക്കുള്ള കണ്ടിൻജൻസി ചാർജായി 50 ലക്ഷം രൂപ സ്പെഷ്യൽ തഹസിൽദാർ ജനറലിന് കൈമാറുകയും അക്വസിഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. കലശമല വികസനത്തിനായി വിവിധ സർവേ നമ്പറുകളിൽപ്പെട്ട 4.8351 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ 11.74 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ കണ്ടിൻജൻസി ചാർജായി 50 ലക്ഷം രൂപയും ചെലവ് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിൽ കലശമല വിനോദസഞ്ചാര പദ്ധതി വികസനത്തിന് 12.24 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. നിലവിൽ ലഭ്യമായ 10 കോടി രൂപയുടെ ഭരണാനുമതിയിൽ നിന്നും പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കാനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. കുന്നംകുളത്തെ കലശമലയിലെ ഇക്കോ ടൂറിസം പദ്ധതിക്ക് ആദ്യഘട്ടം പൂർത്തീകരിച്ചു. ധാരാളം സഞ്ചാരികൾ എത്തിപ്പെടുന്ന ഒരു കേന്ദ്രമായിട്ട് അത് മാറിയിട്ടുണ്ട്. രണ്ടാം ഘട്ട വികസനത്തിനായി 10 കോടിയുടെ ഭരണാനുമതി ലഭ്യമാക്കിയിരുന്നു 2019. ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളും എല്ലാ നടപടികൾ പൂർത്തീകരിച്ചു. 4.9 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് എന്നിപ്പോൾ എല്ലാ തഹസിൽദാർ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ നഷ്ടപരിഹാര തുക 11 കോടിയിൽ പരം രൂപ വരും. 11,74 ലക്ഷത്തിൽ പരം. നേരത്തെ തന്നെ എല്ലാ തഹസിൽദാർക്ക് 50 ലക്ഷം രൂപ ഈ ഭരണാനുമതി കിട്ടിയിരുന്നത് 50 ലക്ഷം രൂപ കണ്ടിൻജൻസി ചാർജായി നൽകിയിരുന്നു. അതുൾപ്പെടെ 12,24 ലക്ഷത്തിൽ പരം രൂപ ഇപ്പോൾ ചെലവ് വരും. ഇതിന് ഭരണാനുമതി നേരത്തെ ഉണ്ടായിരുന്നു പുതുക്കി നൽകേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം കലശമല ഇക്കോ ടൂറിസം വില്ലേജ് അതിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ തൃശൂരിന്റെ ടൂറിസം ലാൻഡ്സ്കേപ്പിലെ ഒരു പ്രമുഖ ഐക്കണായി ഉയർന്നു വരുമെന്നത് തീർച്ചയാണ്. പ്രകൃതിയുടെ തിളക്കം സാംസ്കാരിക പൈതൃകവുമായി തടസ്സമില്ലാതെ ലയിക്കുകയും സഞ്ചാരിയെയും ദേശത്തെയും സമ്പന്നമാക്കുന്ന ഒരു ഉറവിടമായി അത് മാറുമെന്നതും തീർച്ചയാണ്. ഇനിയും ഒരുപാട് വികസനങ്ങൾ ബന്ധപ്പെട്ടവർക്ക് നടപ്പിലാക്കാൻ സാധിക്കട്ടെ. പ്രവാസ ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവർക്കും ആശങ്കകളും ആകുലതകളും ഏറെയാണ്. എന്നാൽ അത്തരം ആശങ്കകളോടെല്ലാം വിട പറഞ്ഞ് ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പശുഫാമിലൂടെ പുതുജീവിതം തേടുകയാണ് ചങ്ങരംകുളം സ്വദേശി സുനിൽകുമാർ പട്ടേരി. പോകാം ഫാം കാഴ്ചകളിലേക്ക്. ലോകം മുഴുവൻ കോവിഡ് മഹാമാരി പ്രതിസന്ധി തീർത്തപ്പോൾ വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടാണ് ചങ്ങരംകുളം സ്വദേശി സുനിൽകുമാർ പട്ടേരി നാട്ടിൽ തിരികെ എത്തിയത്. കോവിഡിനെ തുടർന്ന് ദീർഘകാലം നാട്ടിൽ നിന്നതോടെ തിരികെ പോകാനും സുനിലിന് മടിയായി. മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് ചിന്തിച്ചു നിന്നപ്പോഴാണ് ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരം 4 വർഷം മുൻപ് പശുഫാം നടത്തി നോക്കുവാൻ രംഗത്തിറങ്ങിയത്. നന്നായി ശ്രദ്ധ നൽകിയാൽ ജീവിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് പശു വളർത്തലെന്നാണ് ഈ യുവാവ് പറയുന്നത്. ഒരു ഫാം ആരംഭിക്കുമ്പോൾ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ നടത്തിയില്ലെങ്കിൽ പരാജയം സംഭവിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ചാലിശ്ശേരിയിലാണ് സുനിൽ ഫാം ആരംഭിച്ചിരിക്കുന്നത്. ഫാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തീറ്റപ്പുല്ലിന്റെ കൃഷിയും ആരംഭിച്ചിരുന്നു. ആദ്യ വർഷം ഒരു പശുവിൽ നിന്ന് തുടങ്ങി പടിപടിയായി ഉയർത്തി ഇന്ന് സുനിലിന്റെ ഫാമിൽ 20ഓളം പശുക്കളുണ്ട്. പെരുമ്പടവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് പശു ഫാം നടത്തുന്നത്. പന്താവൂർ സൊസൈറ്റിയിലേക്കാണ് പാൽ നൽകുന്നത്.
പാലിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ ദിവസമുള്ള ചാണകവും ഉണക്കിപ്പൊടിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. 140 ചാക്ക് ചാണകം മാസം തോറും വിൽപ്പന നടത്തും. ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് 2 പണിക്കാർക്ക് കൂലി നൽകുക. മൃഗാശുപത്രി അധികൃതരിൽ നിന്നും സർക്കാരിൽ നിന്നും എല്ലാവിധ സഹകരണവും ലഭിക്കാറുണ്ടെന്നും സുനിൽ പറയുന്നു. ഒരു പശുമെന്നാണ് തുടങ്ങിയത്. ഒരു പശുവിനെയാണ് നമ്മൾ ആദ്യം വളർത്തിയത്. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് 2 അങ്ങനെ എണ്ണം കൂട്ടി കൊടുക്കുന്നതാണ്. ഫസ്റ്റിൽ തന്നെ ഒന്നാകെ പശുക്കളെ എടുക്കുന്നത് ഭയങ്കര പ്രശ്നമാണത്. അപ്പോൾ കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുമ്പോൾ നമുക്ക് വലിയ ഭാരം വരില്ല. നമുക്കതിനെ പറ്റി പഠിക്കുക, എല്ലതും ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ചാണകം ഉണക്കിയിട്ട് സെയിലാണ്. ഇപ്പോൾ അന്നത്തെ ചാണകം ഇട്ട് ഉണക്കുക, എന്നിട്ട് നമ്മൾ ഒരു ചാക്കിന് 150 രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്കൊരു മാസം ഒരു 140 ചാക്ക് ചാണകം നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു പൈസയാണ്. നമ്മുടെ പണിക്കാരുടെ ശമ്പളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞ് കിട്ടും. സർക്കാർ തലത്തിൽ നമുക്ക് നല്ല അനുകൂലങ്ങളുണ്ട്. നമ്മളെ മെഷീനറി ഫാമിലേക്കുള്ള ഉപകരണങ്ങളൊക്കെ മേടിക്കുന്ന നമുക്ക് സബ്സിഡി, പകുതി പൈസ നമുക്ക് സബ്സിഡി അവർ തരുന്നുണ്ട്. 4 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ശ്രദ്ധിച്ചാൽ ജീവിക്കാൻ നല്ലൊരു ഉപാധിയാണ് പശു വളർത്തലെന്നാണ് സുനിൽ ഉറപ്പിച്ചു പറയുന്നത്. ഡയറി ഫാമിംഗ് രംഗത്തേക്ക് അഭ്യസ്തവിദ്യരും ചെറുപ്പക്കാരും കൂടുതലായി എത്തുകയാണ്. സ്ഥിരവില കിട്ടുന്ന ഉപജീവന മാർഗമായി സുനിൽകുമാറിന് പശു വളർത്തൽ മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. ബൃഹത്തായ പശു വളർത്തൽ ലാഭത്തിനൊപ്പം മാനസിക സംതൃപ്തി കൂടി തരുന്നുണ്ട് എന്നാണ് ഈ കർഷകനും അഭിപ്രായപ്പെടുന്നത്. നല്ല രീതിയിൽ അധ്വാനിക്കാൻ തയ്യാറുള്ള ആർക്കും പശു വളർത്തൽ വരുമാന മാർഗത്തിനായി തിരഞ്ഞെടുക്കാം. അപകടവും അപകട മരണങ്ങളും തുടർക്കഥയാവുകയാണ്. പഴഞ്ഞി അയനൂർ ചീനിക്കൽ അമ്പലത്തിന് മുൻപിൽ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് വീട്ടമ്മ മരിച്ചു. ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. പഴഞ്ഞി സ്വദേശിനി ആശാരി വീട്ടിൽ രാജേന്ദ്രന്റെ ഭാര്യ 50 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. പോകാം നേർക്കാഴ്ചയിലേക്ക്. വടക്കേക്കാട് സ്വദേശികളായ വെട്ടിശ്ശേരി വീട്ടിൽ 20 വയസ്സുള്ള ഹരി, സുഹൃത്ത് മേനോത്ത് വീട്ടിൽ 18 വയസ്സുള്ള അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9:30-യോടെയാണ് അപകടമുണ്ടായത്. പഴഞ്ഞി ഭാഗത്തു നിന്നും കല്ലുംപുറം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് അമിത വേഗതയിലെത്തി റോഡ് മുറിഞ്ഞുകിടക്കുകയായിരുന്ന വീട്ടമ്മയെ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ വീട്ടമ്മയുടെ തല സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു. കരിക്കാട് നന്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വീട്ടമ്മയെ ഇടിച്ച ബൈക്ക് കുറച്ചു ദൂരം നിരങ്ങി നീങ്ങിയതിനെ തുടർന്നാണ് ബൈക്ക് യാത്രികരായ യുവാക്കൾക്ക് പരിക്കേറ്റത്. അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം തകർന്നു. വാഹനങ്ങളുടെ അമിതവേഗത നിയന്ത്രിക്കാനാവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അശ്രദ്ധയും അമിത വേഗതയും ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തതും ലഹരിമരുന്നിന്റെ വ്യാപനവുമൊക്കെയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. നിയമങ്ങൾ പാലിച്ചാൽ വാഹനത്തിൽ നിയന്ത്രണം ഉണ്ടായാൽ ഒരു പരിധിവരെ നിരത്തിൽ ജീവനുകൾ പൊലിയാതിരിക്കും. അല്ലെങ്കിൽ എത്ര AI ക്യാമറകളുടെ ഹൈടെക് ചെക്കിംഗ് ഉണ്ടായാലും നമ്മുടെ പ്രിയപ്പെട്ടവർ, കുടുംബങ്ങൾ എല്ലാം തീരാവേദനയിലേക്ക് തന്നെയാണ് ചെന്നെത്തുക. വാഹനത്തിൽ ഇറങ്ങുന്നവരോട് ഒന്നേ ആഴ്ചവട്ടത്തിന് പറയാനുള്ളൂ: സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. വടക്കേക്കാട്ടെ കർഷകരുടെ ആശങ്കയൊഴിഞ്ഞു. മോട്ടോർ മോഷണ പരമ്പരയിൽ 5 മോഷ്ടാക്കൾ പോലീസിന്റെ പിടിയിലായി. മോഷ്ടിച്ച ബൈക്കുമായി പോകുന്നതിനിടെ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായതോടെയാണ് കേസിന് തുമ്പായത്. പോകാം വിശദാംശത്തിലേക്ക്. വടക്കേക്കാട് സ്വദേശി പൊലിയത്ത് വീട്ടിൽ വിഷ്ണു, പുന്നിയൂർക്കുളം ചമ്മന്നൂർ അറക്കൽ വീട്ടിൽ മുഹമ്മദ് മുസമ്മിൽ, പുന്നിയൂർക്കുളം മാഞ്ചിറ കൊട്ടിലിങ്ങൽ ശ്രീജിത്ത്, പുന്നിയൂർക്കുളം ചമ്മന്നൂർ ഉത്തരപ്പറമ്പിൽ ഷെജിൽ, മോഷ്ടിച്ച മോട്ടോറുകൾ വാങ്ങി വിൽപ്പന നടത്തിയിരുന്ന മൂന്നാംകല്ല് ആവൻ സുനിൽ എന്നിവരെയാണ് വടക്കേക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ആർ ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ബൈക്ക് മോഷണം പോയിരുന്നു. ഈ സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. ബൈക്കിൽ 3 പേരുമായി പോകുകയായിരുന്ന യുവാക്കളെ തമിഴ്നാട് പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതോടെ ബൈക്ക് മോഷ്ടിച്ചതാണെന്ന് കണ്ടെത്തി. തുടർന്ന് മൂവർ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ 2 പേരെ വടക്കേക്കാട് പോലീസിന് കൈമാറി. തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് മോട്ടോർ മോഷണ വിവരം പുറത്തുവന്നത്. ICA വട്ടംപാടം, ഞമനേങ്ങാട്, വടുതല വട്ടംപാടം, അഞ്ഞൂർ റോഡ് ഉൾപ്പെടെ 10ഓളം സ്ഥലങ്ങളിൽ നിന്നും മോട്ടോറുകൾ മോഷ്ടിച്ചതായി പ്രതികൾ സമ്മതിച്ചു. മോഷ്ടിച്ച മോട്ടോറുകൾ മൂന്നാംകല്ലിൽ സുനിലാണ് ഇവരിൽ നിന്നും വാങ്ങിയിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. സബ് ഇൻസ്പെക്ടർമാരായ ആനന്ദ്, യൂസഫ്, ജലീൽ, സുധീർ, പോലീസ് ഓഫീസർമാരായ നിപു, നെപ്പോളിയൻ, ശശിധരൻ, രഞ്ജിത്ത്, ഷാജൻ, ആന്റോ, രതീഷ്, ദീപക് ജി ദാസ്, അരുൺ ജി, സൂരജ്, മിഥുൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.
പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകും. പോലീസ് സേനയ്ക്ക് മോഷ്ടാക്കൾ പിടിയിലായത് അല്പം ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാൻ സാധ്യതകൾ ഏറെയാണ്. അതിനാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 65 വയസ്സുകാരനെ ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചു. 9 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ പുന്നിയൂർ എടക്കര ഉദയം തിരുത്തി വീട്ടിൽ കുഞ്ഞു മുഹമ്മദിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ട് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് ലിഷ ഇരട്ട ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടി സ്കൂൾ വിട്ടുവരുന്ന വഴിക്ക് പ്രതിയുടെ വീട്ടിൽ വിളിച്ചുകയറ്റി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. മദ്രസയിൽ ഉസ്താദിന്റെ മതപഠന ക്ലാസ് കേൾക്കുന്നതിനിടെ പെൺകുട്ടി കരയുകയും വിവരം തിരക്കിയ കൂട്ടുകാരികളോട് സംഭവം പറയുകയുമായിരുന്നു. തുടർന്ന് കൂട്ടുകാർ സംഭവം വീട്ടിൽ അറിയിച്ചതോടെ കൂട്ടുകാരുടെ രക്ഷിതാക്കൾ കുട്ടിയുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പലതവണ പീഡിപ്പിച്ച വിവരം അറിയുന്നത്. വടക്കേക്കാട് പോലീസ് ഇൻസ്പെക്ടറായ അമൃതരംഗന്റെ നിർദ്ദേശപ്രകാരം വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KG ബിന്ദു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കേസിന്റെ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ വിചാരണ വേളയിൽ 25 സാക്ഷികളെ വിസ്തരിക്കുകയും നിരവധി രേഖകളും മറ്റ് തെളിവുകളും പരിശോധിച്ചാണ് വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയിയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഡ്വക്കേറ്റുമാരായ അനുഷ, രഞ്ജിക K ചന്ദ്രൻ എന്നിവരും വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരും പ്രവർത്തിച്ചു. ഒരു വ്യക്തിയെ മാനസികവും ശാരീരികവുമായി ഏറെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് ലൈംഗിക ചൂഷണം. ഇന്നത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഓരോ വ്യക്തിക്കും ഫലപ്രദമായ സംരക്ഷണം ഉറപ്പുവരുത്താനും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പുവരുത്താനുമായി നിലവിലുള്ള നിയമങ്ങൾ പര്യാപ്തമാണ്. പക്ഷേ കാര്യക്ഷമമായി ആ നിയമങ്ങൾ മാതൃകാപരമായി നടപ്പാക്കുക തന്നെ വേണം. അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികൾ. അധികൃതരുടെ അവഗണന നേരിടുന്ന കേന്ദ്രത്തിൽ 17 വനിതകളാണ് ദുരിതം പേറി തൊഴിൽ ചെയ്യുന്നത്. പോകാം നേർക്കാഴ്ചയിലേക്ക്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രം കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. 1983 KS നാരായണൻ നമ്പൂതിരി MLA ആണ് വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത്. കുറച്ചുകാലം പ്രവർത്തിച്ച കേന്ദ്രം പിന്നീട് അടച്ചുപൂട്ടി. 2007 വീണ്ടും ഖാദി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് നാശോന്മുഖമായ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. ഈ നിലങ്ങൾ നന്നാക്കി തരണം. ആകെ പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മെഷീൻ്റെ സാധനങ്ങളാണ് വെച്ചെങ്കിൽ ഒക്കെ നാശമായിട്ടായിരിക്കും. പാഴ്സൽ കിട്ടാനില്ല എന്ന് പറയണത്. പുതിയ മെഷീന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ശരിയായിട്ടില്ല. മെഷീൻ തിരിക്കാൻ നല്ല ഭാരം കാരണം ഞങ്ങൾക്ക് നൂല് കിട്ടുന്നത് തന്നെ ഇല്ല. പിന്നെ ലൈറ്റും ഫാനും ഒക്കെ ചൂടെടുത്തിട്ട് ഇരിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ പറ്റണില്ല. ഞങ്ങളിങ്ങോട്ട് കയറണമെങ്കിൽ ബീറിൻ്റെ കുപ്പിയും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഇട്ടിട്ട് അതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം. കെട്ടിടത്തിന്റെ നിലം പൊട്ടിപ്പൊളിഞ്ഞ് മണ്ണ് പൊന്തിക്കിടക്കുകയാണ്. മേൽക്കൂരയുടെ ഷീറ്റുകൾ തകർന്ന നിലം പൊത്താറായ അവസ്ഥയിലാണ്. അസഹ്യമായ ചൂടാണ് കേന്ദ്രത്തിനകത്ത് അനുഭവപ്പെടുന്നത്. ചുറ്റുമതിലില്ലാത്തതിനാൽ കേന്ദ്രം രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ്. കിണർ മലിനപ്പെട്ട് കിടക്കുന്നതിനാൽ കുടിവെള്ളത്തിനും പ്രയാസം നേരിടുന്നുണ്ട്. വേനലിൽ കിണർ വറ്റി വരളുന്നതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. അപ്പം നെയ്ത്ത് ഇപ്പം തറയിടുന്നോടൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ഇതായിട്ടിരിക്കുന്നത്. പിന്നെ അടിച്ചു വരിയാലും ആകെ മൊത്തം പൊടി തന്നെയാണ്. എല്ലാവർക്കും പൊടിയുടെ അലർജിയും പ്രശ്നങ്ങളും കാര്യമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ വെള്ളം മെയിനായിട്ട് വേണം. ജനുവരി ആകുമ്പോഴേക്കന്നെ ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളമൊക്കെ പറ്റും. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈത്തറികളും നൂൽപ്പ് യന്ത്രങ്ങളും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. തകരാറിലായ പല യന്ത്രങ്ങളും ആയാസകരമായാണ് തൊഴിലാളികൾ കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. കുടുംബം പുലർത്തുവാൻ തുച്ഛമായ വേതനത്തിലാണ് ഈ വീട്ടമ്മമാർ ഇവിടെ തൊഴിൽ ചെയ്യുന്നത്. നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. നിരവധി പേരുടെ ഉപജീവന മാർഗമായ വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിലെ നിലവിലെ സ്ഥിതിക്ക് മാറ്റം വരേണ്ടതുണ്ട്.
അതിനായി ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും മൗനം വെടിഞ്ഞ് ഈയൊരു വിഷയത്തിൽ വേണ്ട നടപടികൾ എടുക്കുക. അല്ലാത്ത പക്ഷം നാടിന്റെ അടയാളമായി മാറിയ നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രം ഓർമ്മയായി മാറുമെന്നത് തീർച്ച. സിന്തറ്റിക് മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെ വിൽപ്പനയും ഉപയോഗവും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ഈ വാരത്തിൽ 2 കേസുകളാണ് CCTV പരിധിയിൽ റിപ്പോർട്ട് ചെയ്തത്. പഴുതടച്ചുള്ള പരിശോധനകൾ ഇനിയും കർശനമാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നാട് വലിയൊരു വിപത്തിനെയാവും അഭിമുഖീകരിക്കുക. ചാവക്കാട്, ഗുരുവായൂർ മേഖലകളിൽ യുവാക്കൾക്കിടയിലും സ്കൂൾ കുട്ടികൾക്കിടയിലും രാസലഹരിയുടെ അതിപ്രസരം ഉണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പ്രദേശം എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആഡംബര ബൈക്കായ KTM ഡ്യൂക്കിൽ 5 ഗ്രാം MDMA-യുമായി ചാവക്കാട് ടൗണിൽ നിന്നാണ് അമർ ജിഹാദിനെ പിടികൂടുന്നത്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആഷിഫ് പിടിയിലായി. ഇയാളിൽ നിന്ന് 100 ഗ്രാം MDMA കണ്ടെടുത്തു. ഇയാളും ആഡംബര ബൈക്കാണ് ഉപയോഗിച്ചിരുന്നത്. പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ച് രക്ഷപ്പെടാനാണ് ഇത്തരം ബൈക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടിയിലായവർ ബൈക്കുകളിൽ ബാംഗ്ലൂർ വരെ പോയിരുന്നതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. രാസലഹരി വിറ്റ് ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രതികളിൽ നിന്ന് പിടികൂടിയ ലഹരിമരുന്നിന് വിപണിയിൽ 4 ലക്ഷം രൂപ വില വരും. 20 വർഷം വരെ കഠിന തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് TV അനീഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ AB സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് TR സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ AN ബിജു, ശ്യാം, ഡ്രൈവർ അബ്ദുൾ റഫീഖ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. സമൂഹവുമായി നല്ല ബന്ധം സൃഷ്ടിച്ചെടുക്കുകയാണ് ലഹരിയെ തുരത്താനുള്ള ആദ്യപടി. എത്ര സമയം കുട്ടികളുമായി ചിലവഴിക്കുന്നു എന്നതിലല്ല, ചിലവഴിക്കുന്ന സമയം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം. വേണ്ടത്ര ബോധവൽക്കരണം നടത്തി നല്ലൊരു നാളേക്കായി പ്രവർത്തിക്കാൻ നമുക്ക് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാരത്തെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.